എടാ പാറു എന്തോ ട്യൂഷൻ എടുത്ത് വിയർത്ത് വന്നിരിക്കുമ്പോഴാണ് വന്ന് കെട്ടിപ്പിടിക്കണേ. ആ മക്കളെ വന്നാ എന്തൊക്കെയുണ്ട് വിശേഷം? ചിരിയച്ചാ പറ. അമ്മ അമ്മ എന്താ നോക്കിക്കൊണ്ടിരിക്കണേ? അമ്മ ഞാൻ രാവിലെ 7 മണിക്ക് പോയതല്ലേ അമ്മ. ഇപ്പൊ സമയം 10 മണി ആയില്ലേ? എനിക്ക് വിശക്കണ്. അയ്യോ എപ്പെടുത്തുള്ളൂ. അല്ലല്ലല്ലല്ല അമ്മ വേണ്ട ഇവിടെ എന്താ ചുമ്മാ നിക്കണില്ലേ? പോയി വല്ല എടുത്തോണ്ട് വായിച്ചി പോയച്ചി അനങ്ങി അങ്ങോട്ട് പോ. എന്തോന്നത് മക്കളെ? പറയാനേ മക്കള് എന്നെ ഇരിക്കാൻ അച്ഛാ പറയട്ടെന്ന് പറഞ്ഞില്ലേ? ഓ അതല്ലേ അച്ഛാ. അമ്മ കേക്കണം കേട്ടാ. അതായത് ഈ ട്യൂഷൻ എടുക്കുക എന്ന് പറഞ്ഞ ചെറിയ പണിയൊന്നുമില്ല. തൊണ്ട കീറണ കേസാണ്. എന്താ ഫുഡ് കഴിക്കണ കാര്യം പറയണ? ഫുഡ് കഴിക്കണ കാര്യം ചേട്ടാ പഠിപ്പിക്കുന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോ ഫുഡ് കഴിക്കണ കാര്യം നീ ചൂടാവണം എന്തിന്? അച്ഛാ ഈ സാധാരണ ഞാൻ 8 പിള്ളേർക്കല്ലേ ട്യൂഷൻ എടുത്തോണ്ടിരുന്നത് ഇതുവരെ. അത് മോൻ പറഞ്ഞിട്ടുള്ള കാര്യം. ഇന്ന് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോ വരിവരിയായിട്ട് ആൾക്കാരങ്ങോട്ട് നിക്കുവോ നിരന്ന്. അതെന്തോന്നറേ നീ ട്യൂഷൻ എടുക്കാൻ പോയി ഉച്ചയ്ക്ക് വീട്ടിലെ കാർപോർച്ചിൽ മാവേലി സ്റ്റോർ വന്നാ? മാവേലി സ്റ്റോറാ? നിരനിരയായി നിക്കണെന്ന് പറഞ്ഞു കേട്ടത്. അമ്മ എന്തോ വെച്ചത് മക്കളെ അച്ഛാ ഈ ആൾക്കാർ ഇത്രയും വരാൻ കാരണം എന്താ അറിയൂ? അതായത് ഞാൻ ഈ പഠിപ്പിക്കുന്ന പിള്ളേർ മൊത്തം ബാക്കിയുള്ള ട്യൂഷൻ സെന്ററിൽ നിന്നൊക്കെ തള്ളിക്കളഞ്ഞ പിള്ളേരാണല്ലോ. അതായത് ബിലോ ആവറേജ് സ്റ്റുഡൻസ്. അവർക്കെല്ലാം ഇപ്പൊ നല്ല മാർക്കുണ്ട്. എന്നിട്ടേ അതറിഞ്ഞുകൊണ്ട് വാഴക്കാലേന്നും ചെമ്പൂക്കുന്നും പാഴാട്ടത്തുനിന്നും മാതാപിതാക്കള് പിള്ളേരെ ഇങ്ങനെ കൊണ്ടുവരുമല്ലേ. മാതാപിതാക്കള് പിള്ളേരെ കൊണ്ടുവന്നോണ്ടിരിക്കുക. സാധാരണ ഞാൻ 8ാം ക്ലാസ്സിലെ പിള്ളേരെ വരെയാണല്ലോ ക്ലാസ് എടുത്തോണ്ടിരുന്നത്. ഇപ്പൊ എത്രാം ക്ലാസ്സിലെ പിള്ളേർ വരുന്നതെന്നറിയോ? 1ാം ക്ലാസ്സിലാണോടാ? എന്താ 1ാം ക്ലാസ്സിലാണോ? പോച്ച എവിടുന്ന് അച്ഛാ? 10ാം ക്ലാസ്സിലെ പിള്ളേര്. എന്റെ അമ്മ എന്തിനു ഓവർ, എന്തിനു ഇത്ര ഓവറായിട്ട്? താഴെ മറ്റേ വണ്ടിക്ക് ലോൺ കൊടുക്കുന്നുള്ള പേരില് അതും വട്ടിപ്പലിശക്ക് നാട്ടുകാരുടെ മൊത്തം ചോര നേരെ ഊറ്റി വീണ കമ്പനിയില് കോണാനും കെട്ടിക്കൊണ്ട് വാലേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പരിപാടിയല്ലേ. മിണ്ടൽ ഇത് പഠിപ്പിക്കുന്ന കാര്യമാണ്, വിദ്യാഭ്യാസമാണ്. അമ്മ എനിക്കൊരു 1 മണിക്കൂറും കൂടെ റെസ്റ്റ് ഉള്ളൂ. 11 മണിക്ക് അടുത്ത ബാച്ചിന് ട്യൂഷൻ എടുക്കാൻ പോണം. ബാക്കി പറയാനാ അച്ഛൻ കഥയൊക്കെ എനിക്ക് പോച്ചാ. ഞാൻ പാടത്തിന്റെ തള്ളു കേട്ടോണ്ട് ഞാൻ നിന്ന് കേൾക്കണത്. എന്നെ വിളിച്ചിരിച്ചോണ്ടാണ് ഞാൻ എടുത്തത്. നിന്റെ കണ്ണിലെന്താടാ മത്തൊന്നും അല്ല, എവിടെ ഇരുന്നാലും കാണത്തില്ലല്ലോ. ഫുഡ് മാത്രമേ കൊണ്ടുവന്ന് തരത്തുള്ളൂ. വെള്ളം നിന്റെ ഭർത്താവ് കൊണ്ടുവന്ന് തരൂ. വെള്ളം എടുത്തോണ്ട് പോവാ പോ. അല്ലെങ്കിൽ വേണ്ട എവിടെ ഇരിക്കണ്ടല്ലോ. പോയി വെള്ളം എടുത്തോണ്ട് പോടി. പോ. അമ്മ എന്ത് നോക്കിക്കൊണ്ട് അമ്മ എന്തമ്മ നോക്കിക്കൊണ്ടിരിക്കുന്ന? അടുക്കളവനെ പടയുണ്ടെങ്കിൽ പോ ചെയ്യമ്മ. പോമ്മ കേട്ടില്ലേ? പോ എല്ലാരും ഓരോരോ അങ്ങോട്ട് പോ. ഇതിപ്പോ ഇങ്ങനെ പോയാ ചെക്കൻ എങ്ങനെ പഠിക്കും? എന്താ കുഴപ്പം? അല്ല അവൻ എന്ത് ജോലി ചെയ്താലും ഭയങ്കര ആത്മാർത്ഥയോടെ ചെയ്യുള്ളേ. അതിനിടയ്ക്ക് ഈ പിള്ളേരും കൂടിയാ പഠിക്കാൻ പറ്റുമോ? അങ്ങ് കൂടി വരുവല്ലേ. പാലാട്ടുനിന്നും കാക്കനാടുന്നും പടവോളിന്ന് പടയേറ്റം വരുക. അതൊക്കെ പറയടാ. പോവാ ചുമ്മാ തള്ളണത്. ഇവിടെ ഒന്നും വേറെ ട്യൂഷൻ സെന്റർ ഒന്നും ഇല്ല. അവിടെ ഒന്നും മനുഷ്യന്മാരില്ലേ? അതെ 10ാം ക്ലാസ് ഒരു ക്യൂ നിൽക്കണത്ര. പിന്നെ 10ാം ക്ലാസ് ഇതിനു വേണ്ടി ക്യൂ നിൽക്കലായിരുന്നു. എനിക്ക് ദേഷ്യപ്പെടണം കേട്ടോ. എനിക്ക് കേട്ടിരിക്കാൻ പറ്റില്ല. ഞാൻ വന്നപ്പോ ശിവ അച്ഛൻ മണ്ട കീർത്തരം കേട്ടാ. എന്തോ വെച്ചാ വെള്ളം എടുത്തിട്ടാണ് നിൽക്കുന്നത്. പുട്ട് കൊണ്ടേ ഞാൻ ചത്തനല്ല. അങ്ങോട്ട് വിഴുങ്ങുമ്പോ പയ്യൊക്കെ വിഴുങ്ങണം. അമ്മ ഞാൻ ഇനി എന്ത് ചെയ്യും അമ്മ? ഒരു തിരിഞ്ഞു മറിഞ്ഞ് നോക്കിയാൽ ഒരു 10 പിള്ളേരെ കൂടെ വേണമെങ്കിൽ ഞാൻ പഠിപ്പിക്കാം. പക്ഷെ അതിലും കൂടുതൽ പിള്ളേർ വരുമല്ലോ. ഇവിടുന്ന് ആരെങ്കിലും കൊണ്ടുപോയി പഠിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാ വേണ്ട, എന്റെ ഉള്ളതല്ലേ അവിടെ പോവും. ശരിയാവില്ല. എടാ കേശു, സംഭവം ശരിയാണ്. ഈ പഠിപ്പിക്കാനൊക്കെ ഒരു കഴിവൊക്കെ വേണം. അതൊക്കെ ഞാൻ അംഗനവാടി. അയ്യോ അംഗനവാടി ടീച്ചറെ, അംഗനവാടി കഥയൊന്നും ചേച്ചി ഇപ്പൊ പറയാൻ നിൽക്കണ്ട. കുറെ കേട്ടതാ അംഗനവാടിയിൽ ചേച്ചി പിന്നെ പിള്ളേരെ തൊട്ടിലിട്ട് ആട്ടിയ കഥയൊക്കെ. അതുകൊണ്ട് അതിന് മിണ്ടണ്ട. നിനക്ക് പോവാൻ സമയമായില്ലേ? പോവാൻ സമയമൊക്കെ പതുക്കെ പോയാൽ മതി. പിന്നെ ഞാൻ അവിടെ നേരത്തെ എത്തിയാലും പിള്ളേരൊന്നും എല്ലാം സമയത്തൊന്നും എത്തത്തൊന്നുമില്ല.
ചിലതിനൊക്കെ കാലാവരി ഭിത്തി അടിക്കാൻ തോന്നും. അമ്മ പക്ഷേ ഈ അടിച്ചു പഠിപ്പിക്കുന്നത് എൻ്റെ ഒരു ശൈലിയല്ല, അതുകൊണ്ട് തന്നെ ഞാൻ അത് ചെയ്യാറില്ല. ആദ്യം മോൻ സമാധാനത്തോടെ ആ ഭക്ഷണം കഴിക്കുക, എന്നിട്ട് ഒരു അരമണിക്കൂർ പോയി കിടന്ന് ഉറങ്ങ്. അപ്പൊ ഈ മെന്റൽ സ്ട്രെയിനൊക്കെ ഇച്ചിരി കുറയും. ഇത്ര നേരം ഈ വാഗിരി പഠിപ്പിച്ചതല്ലേ. അമ്മ ഞാൻ അങ്ങനെ ഒച്ചയെടുത്ത് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഒരു ആവറേജ് സൗണ്ടിൽ പിടിച്ചാൽ മതി. ക്ലാസ് എപ്പോഴും ഫുൾ ക്വയറ്റായിരിക്കും. പിന്നെ ഞാൻ എന്താ ഇങ്ങനെ നോക്കിയോണ്ടല്ല, പിള്ളേരൊക്കെ നിന്ന് വിറയ്ക്കും. പിള്ളേര് നിന്ന് വിറക്കല്ല, നിന്ന് ചിരിക്കും. അമ്മ പറഞ്ഞേട്ടാ. മകളെ പോയില്ലേടാ? ആ അച്ഛൻ ഇങ്ങോട്ട് വന്നല്ലേ, ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി അങ്ങോട്ട് വരാൻ ഇരിക്കുകയായിരുന്നു. അതിന് അച്ഛൻ തറവാട്ടിലൊന്നും പോയില്ലല്ലോ, ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ, പിന്നെ എന്തോന്നു? മകളെ എന്താ ട്യൂഷൻ പഠിപ്പിക്കണെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടാ? അതിനാണ് അച്ഛനെ കാണാന്ന് പറഞ്ഞേ. ആ ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ അടുക്കള വെച്ച് കഴിഞ്ഞാൽ അച്ഛനൊന്ന് തീർത്ത് തരും. എടി നിർത്തടേ, വിദ്യാഭ്യാസത്തിനെ പറ്റി പറയുമ്പോൾ നിന്റെ അഭ്യാസം എടുക്കല്ലേ. എന്നാ പറ അഭ്യാസി. എന്തോക്കളെ പറ. അച്ഛാ അമ്മ ഈ 4 അക്ഷരം പറഞ്ഞു കൊടുക്കുന്നതിന് കൈനീട്ട് കാശ് മേടിക്കുന്ന അറിവില്ലായ്മയാണെന്ന് എനിക്കറിയാം. പക്ഷെ നേരം പറഞ്ഞ് ഇങ്ങനെ പിള്ളേർ കൂടിക്കൊണ്ടുവന്നാ ഞാൻ എന്ത് ചെയ്യും? മക്കളെ ദക്ഷിണ വാങ്ങിക്കാം, വിദ്യാഭ്യാസം ദക്ഷിണ വാങ്ങിക്കാം, അങ്ങ് കുഴപ്പമൊന്നുമില്ല. തീരെ എത്തിച്ച് നോക്കണ്ട. ആ അത് അച്ഛൻ പറഞ്ഞ കറക്റ്റാണ്. പക്ഷേ വിദ്യാഭ്യാസം കച്ചവടമാക്കുന്നതിനോട് ഞാൻ എതിരാണ്. അമ്മോ ഞാൻ എന്റെ റൂമിലുണ്ടാവും, അതാ നല്ല എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ അവിടെ. ആ പോണെങ്കിൽ പോട്ട് മക്കളെ, മക്കൾ പറ. അച്ഛാ അച്ഛൻ ഈ പറയാന്ന് പറഞ്ഞോണ്ടിരുന്ന ഞാൻ എന്തിനു പറഞ്ഞോണ്ടിരിക്കേ? ഇനി 3/4 മണിക്കൂറും കൂടെ ഉള്ളൂ. എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ ചെയ്യണം. ഡ്രസ്സൊക്കെ മാറ്റി കുറച്ചേരം കിടക്കുകയൊക്കെ വേണം. ചേച്ചിക്ക് എന്തോ പഠിക്കാൻ പോകണമെന്നെന്തോ പറയുന്നില്ലായിരുന്നു ഇടയ്ക്ക്? ഞാൻ MBA ചെയ്യാൻ പോകുന്നു. MBA അല്ലേ? അതൊക്കെ വല്ലതും പഠിക്കാൻ പോവോ? അവിടെ ഇങ്ങനെ അടുക്കളയിൽ നിന്ന് ഇറങ്ങി അവിടെ പുറത്തുനിന്ന് ഇറങ്ങി ചുമ്മാ നടക്കാതെ. നീ എന്തുവാടി നോക്കിക്കൊണ്ടിരിക്കുന്നത്? നിനക്ക് പഠിക്കാവൊന്നും ഇല്ലേ? പോയല്ലോ പടി പോ. 9ാം ക്ലാസ്സിലാ ചിന്തയില്ല. ഇതൊക്കെ ആരോട് പറയായി? ചെറുക്ക ഇങ്ങനെ പോയാ അയ്യോ തുടങ്ങി. ഇനി ഒരു അരമണിക്കൂർ മോനെ പറ്റി ഇങ്ങനെ പൂഴ്ത്തിക്കൊണ്ടിരിക്കും. ഞാൻ പോണു. എല്ലാവർക്കും അസൂയ. ഞാനിതുപോലെ പഠിക്കണായിരുന്നു വീട്ടില്. ഞാൻ പഠിക്കണോണ്ട് എല്ലാവർക്കും അസൂയ, എല്ലാ അസുഖമായിരുന്നു. എന്റെ അപ്പൊ ചെറുക്കൻ എല്ലാം അവിടെ കണ്ണു വയ്ക്കായിരുന്നു അറിയായിരുന്നു. മക്കളെ 1 മണിക്കൂറിനാ പോണെന്ന് പറഞ്ഞിട്ട്. അച്ഛാ ഈ പിള്ളേരെ പഠിപ്പിക്കുന്ന പറഞ്ഞാൽ പണ്ടത്തെ പോലെ അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമില്ല. ഇപ്പൊ ആദ്യം തന്നെ നമ്മളെ പ്രിപ്പയർ ചെയ്യണം. അല്ല മക്കൾ കിടന്ന് ഉറങ്ങിയില്ലേ? കിടന്നു, മുണ്ടൊക്കെ മാറ്റിയിട്ടൊന്ന് കിടന്നതാ. പക്ഷെ അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. എന്താണ് കട്ടിൽ ഉറുമ്പുണ്ടായിരുന്ന? ഒന്ന് പോയേട്ടാ അവിടുന്ന്. അതെ, ഇത് പിള്ളേരെ പഠിപ്പിക്കുന്ന പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമില്ല. അത് മാത്രമല്ല, ഇത് അവരുടെ പഠിപ്പാണ്, അവരുടെ ജീവിതമാണ്, അവരുടെ ഭാവിയാണ്. അങ്ങനെ കിടന്നാൽ കിടപ്പ് വരൂലെന്ന്. മക്കളെ അച്ഛനും അതുപോലെ തന്നെ. ആരെങ്കിലും ഒരു സാധനം നന്നാക്കി അയപ്പിച്ചാൽ നന്നാക്കി കൊടുക്കുന്നവരെ കിടപ്പുമില്ല, ഇരിപ്പുമില്ല, ഉറക്കമില്ല, ഊണുമില്ല. അല്ലല്ല ചേ, ഇത് അച്ഛൻ്റെ കേസ് പോലല്ലോ. അച്ഛൻ്റെ കേസ് ആരെയും എന്തെങ്കിലും ആഗ്രഹ സാധനം കൊണ്ടുവന്ന് തരുന്നു. അച്ഛൻ നന്നാക്കി ഇല്ലെങ്കിൽ ഇല്ലെടുത്ത് പള്ളക്കളായിരുന്നു. ഇറ്റ്സ് എ വേസ്റ്റ് ഒബ്ജക്ട്. വേസ്റ്റ് ഒബ്ജക്ട്. അച്ഛാ ഇത് അതുപോലല്ലെന്ന്. ഇത് പഠനമാണ്, പിള്ളേരുടെ പഠിപ്പാണ്, അവരുടെ ഭാവിയാണ്, അവരുടെ ജീവിതമാണ്. അത് പോക്കാണ്. ചേട്ടാ എന്തോന്ന് പോയാ ഇവിടുന്ന്? മക്കൾ പറയടാ. അച്ഛാ എനിക്കിപ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു മാനക്കേട് എന്തെന്നറിയൂ? അച്ഛൻ തന്നെടേ. അതൊന്നും അല്ല അച്ഛാ. ഇത് തന്നെ എല്ലാ പിള്ളേരും രക്ഷിതാക്കളും ചോദിക്കുകയാണ്, ഈ മുടിയും വളർത്തിക്കൊണ്ട് വൃത്തികേടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണത് സാറിന്റെ ചേട്ടനാണോ? ഞാൻ മടിച്ചാന്ന് പറയും. നീ മടിച്ചാന്ന് പറയണത്? അമ്മ അവരൊക്കെ ചോദിക്കണ ചോദ്യം ചേട്ടാ നമ്മൾ നിന്ന് വിറച്ചു. എന്തൊക്കെ ചോദിക്കണമെന്നറിയൂ? കുളിക്കുവോ? എന്താ അങ്ങനെ വൃത്തികേടായിട്ട് മുടി വളർത്തിക്കൊണ്ട് നടക്കുന്നത്? എന്താ വെട്ടാത്തെ? എന്തായാലും തലക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നമുണ്ടോ? ഏതാണോ അങ്ങനെ പറഞ്ഞത്? ഞാൻ വരാടാ, ട്യൂഷൻ സെന്ററിലോട്ട് വരാടാ. ആർക്കടാ എന്നെ കുളിപ്പിക്കേണ്ടത്? എന്റെ പൊന്ന് ചേട്ടാ, ദയവ് ചെയ്ത് ആ ഏരിയയിലോട്ട് വരരുത്. വെറുതെ എന്റെ ഉള്ള മാനോടെ കളയരുത് പ്ലീസ്. വേസ്റ്റ് ഒബ്ജക്ട്. മക്കളെ ഡാ, നിന്നെ പിള്ളേരൊക്കെ സാറേ നിന്നെ വിളിക്കണേ. പിള്ളേര് മാത്രമാണ് സാറേന്ന് വിളിച്ചെങ്കിൽ ഫോട്ടോ ഒന്ന് വെക്കായിരുന്നു. ഇതിപ്പം വേറെ ആരാ സാറെന്ന് വിളിക്കണത്? അമ്മ പേരൻസ് എന്നെ വിളിക്കും സാറേന്ന്. ആ ഞാൻ വേണ്ടെന്നൊക്കെ പറയും, പക്ഷെ കേൾക്കൂല. മര്യാദക്ക് പഠിപ്പിച്ചില്ലെങ്കിൽ അവര് വേറെ എന്തെങ്കിലും വിളിക്കും. കേശേ, ഈ എല്ലാ സാർമാർക്കും പിള്ളേർ എന്തെങ്കിലുമൊക്കെ ഒരു വട്ടപ്പേരൊക്കെ ഇടും. അതൊന്നും ഒന്ന് സൂക്ഷിച്ചിരുന്നു കേട്ടോ. ദൈവമേ, എടാ നിന്റെ കിളവൻ കേശു എന്നുള്ളതെല്ലാം അവരറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ ഒയ്യോ നീ ഇവിടെ നിന്ന് ചാടിച്ചാണോ നല്ലത്. കിളവൻ കേശു അവർക്ക് അറിഞ്ഞൂടാ. അവർക്ക് ഇപ്പൊ ഒരു പേര് അറിഞ്ഞൂടാ. നിങ്ങളായിട്ട് അവിടെ ചെന്ന് വിളമ്പി കൊടുക്കാൻ നിൽക്കണ്ട കേട്ടാ. നോക്കാം അല്ലേ? അച്ഛാ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. അല്ലെങ്കിൽ വേണ്ട പറയാനില്ല. കേക്കട്ടെ അച്ഛാ. ഇപ്പോഴേ ഈ പിള്ളേരും അച്ഛനും അമ്മയൊക്കെ വരുന്നത് എന്നെ കാണാനാണ്. അതെന്താ? അമ്മ ഒരു കൊച്ചു പയ്യൻ വലിയ പിള്ളേർക്ക് ക്ലാസ് എടുക്കണമെന്ന് അറിഞ്ഞപ്പോ അവനെ കാണാനൊരു കൗതുകം അച്ഛന്റെ ഭാഷ പറഞ്ഞ. പിന്നെ വേറൊരു സംഭവം കൂടെ നടന്ന്.
ഇപ്പൊ +1 +2 പിള്ളേർക്കൂടെ ക്ലാസ് എടുക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. എടാ 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 എന്ത് വേടാ മതിയടാ കുറച്ച് കുറയ്ക്കടാ ചെറുക്കനെ താഴെ ഇറക്കടാ. അല്ല ഒരു മയത്തിലൊക്കെ പറയാം. ഒരു മയത്തിൽ പറഞ്ഞ ഏത് തള്ളും കേൾക്കാൻ ഒരു രസം ഉണ്ടാവും, അത്രേ ഉള്ളൂ. അച്ഛാ ഞാൻ പോയി ഒരുങ്ങണ് കേട്ടോ, എനിക്ക് പോണം. ചെല്ലു മക്കളെ. വേറെ പണിയൊന്നുമില്ലല്ലേ, ചുമ്മാ ചെലവടിച്ചോണ്ടിരിക്കല്ലേ. ഇരി മക്കളെ മനുഷ്യര് പോയിട്ട് വേറെ പണിയുള്ള റെഡി ആവട്ടെ. ഓ ചേ മേറങ്ങോട്ട് നീലുവേ ഇങ്ങനെ പോയാ ചെറുക്ക ഒന്നീ ഒരു കളക്ടറാവും, അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആവും. ഞാൻ ചെറുക്കനോട് ഒട്ടിരിക്കുള്ള കാര്യം ഞാൻ പറയാല്ലേ. ഭഗവാനെ അവസാനമല്ല സർക്കാർ മന്ദിരത്തിൽ പരിചാരം നടക്ക് നാട് വാഴാനായിരിക്കും വിധി. കളക്ടർ കേശവൻ ബാലചന്ദ്രൻ തമ്പിയുടെ ഫാദർ കുളത്തറ ബാലചന്ദ്രൻ തമ്പി, അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജ് കേശവ് ബാലചന്ദ്രൻ തമ്പിയുടെ ഫാദർ നെയ്യാറ്റിങ്കര കുളത്തറ ബാലചന്ദ്രൻ തമ്പി. അവൻ ജയിലിലാണെങ്കിലോ? അല്ല അവൻ ജയിലിൽ IG ആണെങ്കിലോ? അങ്ങനെയും വരാലോ. പറയുമ്പോ മൊത്തം പറയണ്ട, മുറിച്ച് പറയരുത്, ഞെട്ടിപ്പോയതേലോ. ഇപ്പൊ അച്ഛൻ അടിച്ചു പോയേനെ. കറക്റ്റ്.